ഹലോ കൂട്ടുകാരെ, മഴയത്തും ധാരാളം പൂക്കൾ തരുന്ന ചെമ്പകം കണ്ടോ? നോക്ക്, നിറയെ പൂക്കൾ കണ്ടോ? തോരാത്ത മഴയത്തും നിറയെ പൂക്കളാണ്. ഞാനിവിടെ പ്ലാസ്റ്റിക് ചട്ടിയിലായിരുന്നു, എയർപോർട്ടിലോട്ട് നട്ടു. അപ്പോൾ ധാരാളം പൂക്കൾ തന്നു. കണ്ടോ, എന്തുമാത്രം പൂക്കളാണെന്ന് കണ്ടോ? നല്ല രസമല്ല കാണാൻ. ഒരെണ്ണം മുറ്റത്തുണ്ട്. മുറ്റം നിറയെ നല്ല മണമാണ്. സുഗന്ധം വീശുന്ന പൂക്കളാണ് ചെമ്പകപ്പൂ. ഇത് 2 സൈസ് ഉണ്ട്, മഞ്ഞയുണ്ട്, വെള്ളയുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ വെള്ള മാത്രമേ ഉള്ളൂ. കണ്ടോ, മഴയത്ത് ധാരാളം പൂക്കൾ തരും. തോരാത്ത മഴയത്തും പൂക്കൾ. വേനയ്ക്ക് നല്ലപോലെ വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ വാടി വാടി നിൽക്കും. ഈ മഞ്ഞ കളറ് വന്ന് ഇലകളെല്ലാം പൊഴിഞ്ഞുകൊണ്ടിരുന്നു. ഞാനത് എപ്സം സാൾട്ട് തളിച്ചു. എപ്സം സാൾട്ട് സ്പ്രേ ചെയ്തപ്പോൾ മഞ്ഞ കളർ മാറി, ഇലകളെല്ലാം നല്ല പച്ചയായി. കണ്ടോ, ഇലകൾ കണ്ടോ? പച്ചക്കളർ ഇലകളിൽ വെള്ളപ്പൂക്കൾ. നല്ല ഭംഗിയില്ലേ കൂട്ടുകാരെ? 1 ലിറ്റർ വെള്ളത്തിൽ 1/4 സ്പൂൺ എപ്സം സാൾട്ട് എടുത്ത് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു, തളിച്ചു, സ്പ്രേ ചെയ്തു. അപ്പോൾ ഇലകളിൽ സ്പ്രേ ചെയ്തപ്പോൾ നല്ല പച്ചക്കളർ ഇല വന്നു. വേനയ്ക്ക് കിച്ചൺ വേസ്റ്റിൻ്റെ സ്ലറി ഒഴിച്ചു. കണ്ടോ, എത്ര ഭംഗിയാന്ന് നോക്കി പൂക്കളൊക്കെ. ചെമ്പകപ്പൂക്കൾ മുറ്റം നിറയെ സ്വന്തം വീശും. മുറ്റത്ത് മാത്രമല്ല, റൂമിലോട്ടും പെരയിലോട്ടും എല്ലാം വരും ഇതിൻ്റെ മണം. വൈകുന്നേരത്താണ് നല്ല മണം. ഉണ്ടാവും, ഒരെണ്ണം വീട്ടിൽ വെച്ചാൽ മതി, നല്ല മണം വരും. രസമല്ലേ കാണാൻ? പ്ലാസ്റ്റിക് ചട്ടി നിന്നപ്പോൾ ഇങ്ങനെ വാടി നിന്നു. അപ്പോൾ എയർപോർട്ടിലോട്ട് നട്ടു. അപ്പോൾ നല്ല നിറയെ പൂക്കളായി. ഇത് നേഴ്സറിയിൽ നിന്ന് മേടിച്ചാണ്. 2 വർഷമാകാറായി മേടിച്ചിട്ട്. കണ്ടോ, ഇത്ര മുഴുപ്പുണ്ട്. ഒരു പൂ ഉണ്ടായാൽ തന്നെ നല്ല മണം മുറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ. അപ്പോൾ നിറയെ പൂ ഉണ്ടാകുമ്പോൾ എത്രമാത്രം മണമായിരിക്കും. ഈ പ്ലാസ്റ്റിക് ചട്ടിയിലാണ് ഇരുന്നത്. അപ്പോൾ എയർപോർട്ടിലോട്ട് നട്ടു. കണ്ടോ, എയർപോർട്ടിൽ നടുമ്പോൾ നല്ല എയർ സർക്കുലേഷനുണ്ട്. അപ്പോൾ വേരുപടലം ഉണ്ടാവും. അതുകൊണ്ട് പെട്ടെന്ന് പൂവുണ്ടാവും, വളർന്നു വരും. കണ്ടോ, രസമല്ലേ പൂ കാണാൻ? നല്ല ഇതളുകൾ. ഇത് നോക്ക്, നല്ല ഭംഗിയല്ലേ? കണ്ടോ, മഴയത്ത് നല്ലപോലെ പൂക്കൾ വരും. ഭയങ്കര മഴയാണ് ഇവിടെ. എന്നിട്ടും കണ്ടോ, ചെമ്പകത്തിന് ധാരാളം വെള്ളം വേണം. നേരത്തെ ചാണകപ്പൊടി, എല്ലുപൊടിയൊക്കെ കൂട്ടിയാണ് നട്ടത്. വേനയ്ക്ക് ഞാൻ അരി കഴുകിയ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമായിരുന്നു. കഞ്ഞിവെള്ളം ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കും. കഞ്ഞിവെള്ളമൊക്കെ നല്ലപോലെ നേർപ്പിച്ചൊഴിച്ചാൽ മതി. കേട്ടോ, കാണാൻ നല്ല ഭംഗിയല്ലേ? കിച്ചൺ വേസ്റ്റിൻ്റെ സ്ലറി എന്നും തന്നെ ഒഴിക്കുമായിരുന്നു വേനയ്ക്ക്. വെള്ളം വരുന്ന കാണുമ്പോഴേ എന്തെല്ലാം ജൈവ കീടനാശിനി സ്പ്രേ ചെയ്യണം, അല്ലെങ്കിൽ ചെടികൾ മൊത്തം പോവും. ഇത്രയൊക്കെ വലുതാവുകയുള്ളൂ. പണ്ട് കാലത്തൊക്കെ വലിയ മരമാകുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇതൊക്കെ ഹൈബ്രിഡ് നേഴ്സറിയിൽ നിന്ന് മേടിക്കുന്നതല്ലേ.
കുറേ നാൾ ഇത് വിരിഞ്ഞ് നിൽക്കും, പെട്ടെന്നൊന്നും പോകത്തില്ല. കണ്ടോ, നോക്കി നിറയെ പൂക്കളുണ്ടല്ലോ. സുഗന്ധം വീശുന്ന ചെമ്പകപ്പൂക്കൾ. ഇലകരിച്ചിൽ രോഗമൊക്കെ വരും, അപ്പോൾ എപ്സം സാൾട്ട് സ്പ്രേ ചെയ്യുക. മഗ്നീഷ്യത്തിൻ്റെ കുറവായിരിക്കും.